ഹായ്, ഇന്ന് മെയ് 14. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നോക്കാം. വസൂരി വാക്സിന് 229 വയസ്സ്. പ്രാചീന കാലം മുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട മഹാമാരിയാണ് വസൂരി. ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ എന്ന പെരുമയിൽ 1796 മെയ് 14 പരീക്ഷിച്ച് വിജയിച്ച വസൂരി വാക്സിന് ഇന്ന് 229 വയസ്സ്. എഡ്വേർഡ് ജെന്നർ എന്ന ഡോക്ടറാണ് വസൂരി അഥവാ സ്മാൾ പോക്സിനെ പ്രതിരോധിക്കാൻ വാക്സിൻ വികസിപ്പിച്ചിരുന്നത്. വൈറൽ പകർച്ചവ്യാധിയാണ് വസൂരി. വാരിയോള മേജർ, വാരിയോള മൈനർ എന്നീ വൈറസുകളാണ് രോഗത്തിന് കാരണം. ഇത് ചർമ്മത്തെയും പിന്നെ മുഴുവൻ ശരീരത്തെയും ബാധിക്കുന്നു. ശ്വാസത്തിലൂടെയാണ് പകരുന്നത്. ലിംഫ് ഗ്രന്ഥികളിലെത്തി പെരുകും. രോഗിയുടെ ദേഹം ചലം നിറഞ്ഞ കുമിളകളുണ്ടായി പൊട്ടും. ഇത് ബാധിക്കുന്നവരിൽ മരണനിരക്ക് 30 മുതൽ 35% വരെയായിരുന്നു. മഹാമാരി. 18-ാം നൂറ്റാണ്ടിൽ 4 ലക്ഷവും 20-ാം നൂറ്റാണ്ടിൽ 30 കോടിയും ജനങ്ങൾ വസൂരി മൂലം മരിച്ചു. 1950കളുടെ തുടക്കത്തിൽ ലോകത്ത് ഓരോ വർഷവും 50 ദശലക്ഷം വസൂരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 1967 വരെ 15 ദശലക്ഷം പേർക്ക് രോഗം പിടിപെട്ടുവെന്നും ആ വർഷം 2 ദശലക്ഷം പേർ മരിച്ചുവെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. എഡ്വേർഡ് ജെന്നർ. രോഗപ്രതിരോധ ശാസ്ത്രത്തിൻ്റെ ഇമ്മ്യൂണോളജിയുടെ പിതാവായി അറിയപ്പെടുന്ന ഭീഷകുരനും ശാസ്ത്രജ്ഞനുമായ എഡ്വേർഡ് ജെന്നറാണ് വാക്സിനേഷന് ശാസ്ത്രീയ അടിത്തറ നൽകിയത്. ഗോവസൂരി വന്നവർക്ക് വസൂരി വരില്ല എന്ന നിരീക്ഷണമാണ് അദ്ദേഹത്തെ വസൂരി വാക്സിനേഷനിലേക്ക് നയിച്ചത്. പശു എന്നർത്ഥമുള്ള വക്ക, ഗോവസൂരിക്കുള്ള വാക്സിനിയ എന്നീ ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് വാക്സിനേഷൻ എന്നത് വന്നത്. അവസാന വസൂരി രോഗി. 1977 സോമാലിയയിലായിരുന്നു അവസാനത്തെ വസൂരി രോഗി ഉണ്ടായിരുന്നത്. വാക്സിനേഷൻ വസൂരിയെ ഉന്മൂലനം ചെയ്യുമെന്ന് ജെന്നർ പ്രഖ്യാപിച്ച് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് പ്രാവർത്തികമായത്. 1980 മെയ് മാസത്തിൽ നടന്ന 33ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ലോകവും ജനങ്ങളുടെ വസൂരിയുടെ ഭീതിയിൽ നിന്ന് മോചിതരായി പ്രഖ്യാപിക്കപ്പെട്ടു. ആദ്യം വൈദ്യലോകം സഹകരിച്ചില്ല. ആദ്യകാലങ്ങളിൽ വൈദ്യശാസ്ത്രവും സമൂഹവും വാക്സിനേഷനോട് സഹകരിച്ചില്ല. 1853 വസൂരി വാക്സിനേഷൻ ബ്രിട്ടനിൽ നിർബന്ധിതമാക്കി. വാക്സിൻ പ്രയോഗത്തിന് അനുമതി കിട്ടിയതിനു ശേഷം 18 മാസം കൊണ്ട് 12,000 ആളുകൾ വാക്സിനേഷന് വിധേയരായി. മറ്റ് രാജ്യങ്ങളും വാക്സിനേഷൻ നടപ്പാക്കി. അങ്ങനെ കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ജെന്നറുടെ കുത്തിവയ്പ്പിന് കഴിഞ്ഞു. ഈ ദിനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.